ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും കൈകിട്ടി ഈശോയുടെ സവിധത്തിലേക്ക് സ്വാഗതം. കൽപ്പറ്റയിലുള്ള പുത്തൂർവയൽ പിയോഫോൻ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈകിട്ടി ഈശോയുടെ കരുണാർദ്രമായ മുഖം നമുക്ക് ധ്യാനിക്കാം. ആ മുഖം നമ്മൾ ഹൃദയത്തോട് ഒന്ന് ചേർത്ത് വയ്ക്കാം. ഈ പ്രഭാതം നല്ലതാണ്. പുലർകാലത്ത് എഴുന്നേറ്റ് കുടുംബത്തോടൊപ്പം ചേർന്ന് കൈകിട്ടി ഈശോ നൽകുന്ന വാഗ്ദാനം അനുസരിച്ച് ഈശോയുടെ സഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നമ്മളിവിടെ നൊവേനയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളെ കെട്ടുകൾ ഈശോ ഇന്ന് അഴിച്ചു തരും. നമുക്ക് കുടുംബാംഗങ്ങളോടൊന്ന് ചേർത്ത് നിൽക്കാം. അവരെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയ്ക്ക് ഒരു സ്തുതി ചൊല്ലാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒപ്പം ഉണർന്ന് പ്രത്യാശയോടെ നിൽക്കുന്ന നിൻ്റെ ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, അവർക്കൊക്കെ നമുക്കൊരു സ്തുതി കൊടുക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത് നല്ലതാണ്. ഈ പ്രഭാതം, ഇന്നത്തെ ദിവസം നീ അനുഗ്രഹിക്കപ്പെടും. നമുക്ക് സങ്കീർത്തകനോടൊപ്പം ഈ ഭാഗ്യത്തിന് നന്ദി പറഞ്ഞാലോ? പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു, കർത്താവേ നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു. കർത്താവേ, എല്ലാത്തിനും നന്ദി. എല്ലാം നിൻ്റെ ദാനമാണ്. ശാന്തമായ ഒരു സായങ്കാലം, ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലം, പ്രതീക്ഷ നിർഭരമായ ഒരു പുലർകാലം, എല്ലാത്തിനും നന്ദി പറയാം. കർത്താവ് നൽകുന്നൊരു നല്ല സന്ദേശമുണ്ട്. സഭാപ്രസംഗൻ്റെ 2-ാം അധ്യായം 1-ാം തിരുവചനം. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഞാൻ എല്ലാ സുഖഭോഗങ്ങളിലും ഞാൻ അഭിരമിക്കും. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, അപ്രകാരമുള്ള സുഖങ്ങളിൽ ഞാൻ എല്ലാ ആനന്ദങ്ങളും പരീക്ഷിക്കും. പക്ഷെ അവസാനം വചനം പറയുകയാണ്, എന്നാൽ അതും മിഥ്യ തന്നെ, അതും പാഴ്വേല തന്നെ. പ്രഭാഷകനാണ് പറയുന്നത്, എൻ്റെ കണ്ണ് ആസ്വദിച്ചതൊക്കെയും ഞാനതിന് സാധിച്ചു കൊടുത്തു. എൻ്റെ ഹൃദയം അഭിലഷിച്ചതൊക്കെയും ഞാനതിന് നിരസിച്ചില്ല. ഞാൻ കൊട്ടാരങ്ങളിൽ നിന്നും പ്രവശ്യകളിൽ നിന്നും ധാരാളം സ്വർണവും വെള്ളിയും ആഭരണങ്ങളുമൊക്കെ സ്വന്തമാക്കി. ധാരാളം ആൺഗായകന്മാരും പെൺഗായികമാരുമൊക്കെ എനിക്കുണ്ടായിരുന്നു. അവസാനം ഞാൻ ഈ നേടിയതും അതിനുവേണ്ടി ഞാൻ നടത്തിയ അധ്വാനത്തെയും കുറിച്ച് ഒന്ന് നിരൂപണം ചെയ്തു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എല്ലാം പാഴ്വേലയായിരുന്നു, എല്ലാം മിഥ്യയായിരുന്നു. പ്രിയമക്കളെ, മിഥ്യയുടെ പിന്നാലെ, പാഴ്വേയുടെ പിന്നാലെ പലപ്പോഴും നമ്മൾ അഭിരമിക്കുന്നുണ്ട്. സത്യം കർത്താവാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സത്യത്തെ തേടി നിൽക്കാം. ഈശോ നൽകുന്ന വാഗ്ദാനങ്ങൾക്ക് നമുക്കിപ്പോൾ ഭക്തിപൂർവ്വം പ്രവേശിക്കാം. നമ്മൾ ഈശോയുടെ കൈകിട്ടി ഈശോയുടെ അമൂല്യമായ അപൂർവമായ ആ നൊവേനയുടെ ഏറ്റവും നിർമ്മലമായ ഒരു ഭാഗം ധ്യാനിച്ചുകൊണ്ട് 3 നിയോഗങ്ങൾ വയ്ക്കാൻ പോവുകയാണ്. എല്ലാ മക്കളും മുട്ടുകുത്തി നിൽക്കട്ടെ. ഒപ്പം മുൾക്കിരീടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തൊന്ന് തലയിൽ വെക്കാം. ചില മക്കളെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്, കുടുംബങ്ങളിൽ കല്ല് മണ്ണ് കരുതി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഈ നൊവേനയുടെ സമയത്ത് അതിലൊന്ന് മുട്ടുകുത്താൻ. അതൊരു സഹനമാണ്. ഈശോയുടെ സഹനം ധ്യാനിക്കാൻ അതെല്ലാം വലിയ അനുഗ്രഹം കൊണ്ടുവരും. നമുക്ക് 3 നിയോഗങ്ങളിലേക്ക് പ്രവേശിക്കാം. 1-ാമത്തെ നിയോഗം പരിശുദ്ധാത്മാവ് നൽകുന്ന നിയോഗമാണ്. എല്ലാ മനുഷ്യരെയും, പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനരായവർ, യുദ്ധങ്ങൾ, ദാരിദ്ര്യം, പട്ടിണി, അല്ലേ, പ്രകൃതി ദുരന്തങ്ങൾ, അത്യാഹിതങ്ങൾ, എന്തെല്ലാമാണ് മനുഷ്യൻ്റെ വിഷമങ്ങൾ, അവരെല്ലാം നമുക്കെടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ച് കൊടുത്തുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് ചൊല്ലിക്കേ. ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈശോയെ നോക്ക്. നമുക്ക് 2-ാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം.
രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ. ലിയോ 14 മാർപ്പാപ്പ, നമ്മുടെ പുതിയ മാർപ്പാപ്പ, കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, ആത്മായ പ്രേക്ഷിതർ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെല്ലാവരും ഏറെ പ്രത്യേകിച്ച് മിഴികൾ തുറന്ന് ഇന്ന് ജീവിതത്തിലേക്ക് പിറന്നു വീണ ഓരോ പൈതങ്ങൾ എല്ലാവരും നമുക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാം. കൈകൾ നീട്ടിപ്പിടിച്ചു ചൊല്ല്: ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടെ ഈശോയെ നോക്ക്. ഈശോയുടെ ആ കരുണാർദ്രമായ ആ മുഖം ഒന്ന് ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരുടെ നിയോഗങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഈ പുലർകാലത്ത് നീ എഴുന്നേറ്റപ്പോൾ നിന്നെ അലട്ടുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട് അല്ലേ? എന്തൊക്കെയാണ് നിൻ്റെ പ്രശ്നങ്ങൾ? ഒരുപക്ഷേ സാമ്പത്തിക കടബാധ്യതയായിരിക്കാം അല്ലേ? ഒരു ജപ്തി പ്രശ്നമായിരിക്കാം, ഒരു മാരക രോഗമായിരിക്കാം, മനസ്സിൻ്റെ സമ്മർദ്ദങ്ങളായിരിക്കാം, ടെൻഷൻ, അപ്പർ ടെൻഷൻ, ഡിപ്രഷൻ, നിൻ്റെ മക്കളെക്കുറിച്ചുള്ള ഏറെ വിഷമങ്ങൾ. മകന് പഠനം നടക്കണം, അവന് നല്ല പരീക്ഷ, ഇൻ്റർവ്യൂ, അവന് വിദേശത്ത് പോകണം, ഒരു വിസ കിട്ടണം, ഒരു ജീവിത പങ്കാളിയെ കിട്ടണം, നല്ലൊരു ജീവിതം ഉണ്ടാകണം. നിനക്കൊരു ഭവനം വേണം. ചിലർക്ക് ഭവനം പണി തുടങ്ങി പക്ഷെ പൂർത്തിയാകാൻ പറ്റിയിട്ടില്ല. നിനക്കൊരു തുണ്ട് ഭൂമി വേണം. നിനക്ക് സർവോപരി കർത്താവിൻ്റെ വേല ചെയ്യണം, ശുശ്രൂഷ ചെയ്യണം, അനേകം മക്കൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. അതൊക്കെയാണോ നിൻ്റെ ആഗ്രഹങ്ങൾ, നിൻ്റെ തടസ്സങ്ങൾ? എന്തുമായിക്കോട്ടെ, അതെല്ലാം എടുത്ത് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ച് കൊടുത്തുകൊണ്ട് എല്ലാവരും കൈകൾ നീട്ടി പ്രത്യാശയോടൊന്ന് ചൊല്ലിക്കേ: ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് സാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ കൂപ്പി ഈശോയെ നോക്കി ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളൊന്ന് എണ്ണിക്ക്. ഒരു മാരകമായ രോഗം വിട്ടുപോകുന്നുണ്ട്, ഒരു മനസ്സിൻ്റെ സമ്മർദ്ദം വിട്ടുപോകുന്നുണ്ട്, കാലുകൾക്ക് ബലം കിട്ടുന്നുണ്ട്, വിശ്വാസത്തിൽ ആഴപ്പെടാൻ പറ്റുന്നുണ്ട്, എന്ത് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ളൊരു കരുത്ത് കിട്ടുന്നുണ്ട്. കുഞ്ഞിനൊരു വിസ ലഭിച്ചിട്ടുണ്ട്, ഒരു വിവാഹം നടന്നിട്ടുണ്ട്, ഒരു വീട് തയ്യാറായി വരുന്നു. നന്ദി പറഞ്ഞേ. ഒപ്പം ഈശോയോട് പറ: ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച കൽപ്പറ്റയിലെ പുത്തൂർ വയൽ PO ഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരും. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സകല അടയാളങ്ങളും അത്ഭുതങ്ങളും എണ്ണി ഈശോയ്ക്ക് സാക്ഷ്യപ്പെടുത്തും അനേകരുടെ മുമ്പിൽ. അങ്ങനെ ഈശോയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുമെന്നൊന്ന് പറഞ്ഞേ. നിൻ്റെ വഴികളെല്ലാം തുറന്നിട്ടുണ്ട്, നിൻ്റെ പ്രതിസന്ധികളെല്ലാം വിട്ടുപോയിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യാഴാഴ്ചയും 9:30 ശുശ്രൂഷ ആരംഭിക്കും. ഒരുക്ക ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഗാന ശുശ്രൂഷ, കൗൺസിലിംഗ്, കുമ്പസാരം, ദിവ്യബലി, സ്നേഹവിരുന്ന്, അപൂർവങ്ങളിൽ അപൂർവമായ കൈയിട്ടീശോയായിട്ടുള്ള നൊവേന, ഓരോ നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന, അഭിഷേകം. എല്ലാ മക്കളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ഓർക്കണം, പ്രത്യേക കൗൺസിലിംഗ് ഇവിടെ തരപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്കൊന്ന് ഷെയർ ചെയ്യാൻ ആരുമില്ല എന്നാരും കരുതരുത്. ഞങ്ങളിവിടെ ഉണ്ട്. എല്ലാവർക്കും സ്വാഗതം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. PO ഫോണിൻ്റെ മണ്ണിലേക്ക് കടന്നു വരാൻ പ്രാർത്ഥനാപൂർവം എല്ലാവരും ചേർന്ന് നിന്നേ. ഞാനൊന്ന് ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ സകല സ്വപ്നങ്ങളെയും
സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.